മക്കളെ, നമ്മൾ ബയോമോളിക്യൂൾസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഒബ്സർവ് ദ ഡയഗ്രാം എ ആൻഡ് ബി ഗിവൺ ബിലോ. ഇങ്ങനെ കണ്ടോ, ഒരു മുടി വീണ് കിടക്കുന്ന പോലെ ഒരു ഇതും കാണും. ദേ നമുക്ക് പരീക്ഷയ്ക്ക് വട്ട് പിടിച്ച പോലെ ഇരിക്കുന്ന പോലെ ഒരു ഫിഗർ, രണ്ട് ഫിഗർ കാണും. ഇത് തന്നാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഫുട്ബോളിന് രണ്ട് മുടി പിന്നി ഇട്ടേക്കുന്ന എന്താണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? പ്ലൂറോബ്രാക്കിയ. അപ്പം ഇതെന്തായിരിക്കും? ഈ എയും ഈ ബിയും എന്താണെന്ന് ചോദിച്ചാൽ ഇനി സന്തോഷത്തോടെ നമുക്ക് എഴുതാൻ പറ്റും. എ എന്ന് പറയുന്നത് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ പൗഡറൊക്കെ എടുത്ത് മസിലൊക്കെ വെച്ച് നടക്കുന്ന ചേട്ടന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രോട്ടീന് 4 സ്ട്രക്ചറാണ് ഉള്ളത്. പ്രോട്ടീൻ എത്ര സ്ട്രക്ചർ ഉണ്ട് കുഞ്ഞുങ്ങളെ? 4 സ്ട്രക്ചർ ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, കോർഡിനേറ്ററി. അപ്പം 4 സ്ട്രക്ചറോ. എ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി സ്ട്രക്ചറാണ്. ഇതേപോലെ ഇങ്ങനെ നൂല് പോലെ കിടക്കുന്ന എന്തായിരിക്കും? സെക്കൻഡറി സ്ട്രക്ചർ ആയിരിക്കും. ബി ഇങ്ങനത്തെ ഫിഗർ ഉണ്ട്, പെട്ടെന്ന് മനസ്സിൽ തോന്നിക്കോണം, ടെറിഷറി സ്ട്രക്ചർ ആണ്. ഏതാ ഉള്ളത്? ടെറിഷറി സ്ട്രക്ചർ. ഇപ്പോൾ ഇത് ഏതാണ്? സെക്കൻഡറി, ഇത് ടെറിഷറി. അതിന് പ്രൈമറി ഉണ്ട്, അത് ലീനിയർ സ്ട്രക്ചർ ആണ്. അപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇത് എപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കണം. പ്രോട്ടീന് എത്ര സ്ട്രക്ചർ ഉണ്ട് കുഞ്ഞെ? 4 സ്ട്രക്ചർ. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്, പിന്നെ 4ാമത്തത്. ഇത് എപ്പോഴും ചോദിക്കുന്നത്, ഈ പേപ്പർ ഇടുന്നവർക്ക് ഈ ചോദ്യത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡാഷ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ആനിമൽ വേൾഡ്. ആനിമൽ വേൾഡിലെ ഏറ്റവും അബണ്ടന്റ്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതാരാണ്? കൊളാജൻ ആണ്. ഏതാടാ? കൊളാജൻ. ഒന്ന് സ്പെല്ലിംഗ് ചേട്ടൻ്റെ കൂടെ ഒന്ന് പറഞ്ഞിടാ. COLLAGEN. അപ്പോൾ ആനിമൽ വേൾഡിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ കൊളാജൻ. പിന്നെ ഒരു അറിവിനും കൂടെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കും, പ്ലാന്റ് വേൾഡ്. ഓക്കെ, പ്ലാന്റ് വേൾഡിൽ കാണുന്ന ഏതാണെന്ന് ചോദിച്ചാൽ റുബിസ്കോ. വല്ലപ്പോഴേ ചോദിക്കത്തുള്ളൂ, പക്ഷേ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ആനിമൽ വേൾഡിന് എടുത്ത് ചോദിക്കും. അപ്പം കൊളാജൻ എഴുതണം. 2 സ്ട്രക്ചർ പഠിച്ചു നമ്മൾ. ഏതായിരുന്നു? സെക്കൻഡറി. ഇത് ഏതായിരുന്നു? ടെറിഷറി. ഓക്കെ, അപ്പോൾ സെറ്റല്ലേ? ഈ ചോദ്യം ഇടുന്നവർക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട വേറൊരു ചോദ്യം കാണത്തില്ല. എല്ലാ ചോദ്യ പേപ്പറിലും തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോ എൻസൈമും കോ എൻസൈമും തമ്മിലുള്ള ഡിഫറൻസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു വെക്കാവുന്ന, വലിയതായിട്ട് കുറേ സെൻറ്റൻസ് ഒന്നും എഴുതണം. നമ്മൾ ഏത് പരീക്ഷ എഴുതാൻ പോകുന്നത്? സുവോളജി പരീക്ഷ എഴുതാൻ പോകുന്നത്. നല്ല ഹാപ്പി ആയിട്ട് ഉത്സവമാക്കി മാറ്റണം നമ്മുടെ പരീക്ഷ. അപ്പോൾ ഹാപ്പി ആയിട്ട് ഈ ഒരു വാക്ക് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോ എൻസൈം ചോദിച്ചാലും കോ എൻസൈം ചോദിച്ചാലും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോ എൻസൈം എന്ന് പറയുന്നത് ദ പ്രോട്ടീൻ പാർട്ട്. നമ്മൾ ഓൾറെഡി ഇപ്പം പഠിച്ചു, പ്രോട്ടീൻ എത്ര സ്ട്രക്ചർ ഉണ്ടടാ? 4. എത്ര സ്ട്രക്ചർ ഉണ്ട്? 4. ആനിമൽ വേൾഡിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ ഏതായിരുന്നു? അറിയാം, കൊളാജൻ. ഇനി മാർക്കില്ല, കോളർ നോർത്താൽ മതി. കണ്ടോ, നമ്മുടെ ഷർട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ റിലേറ്റ് ചെയ്യുക. കൊളാജൻ ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോ എൻസൈം എന്ന് വെച്ചാൽ ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ എൻസൈം ഈസ് കോൾഡ് അപ്പോ എൻസൈം. നമ്മുടെ പ്രോട്ടീൻ പോർഷൻ, എൻസൈമിൻ്റെ പ്രോട്ടീൻ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പോ എൻസൈം എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേടാ. ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ എൻസൈം. പ്രോട്ടീൻ പോർഷൻ എന്ന് കേട്ടാൽ മതി. പ്രോട്ടീൻ പോർഷൻ അത് വന്നാൽ മതി, മാർക്ക് വീണ് കഴിഞ്ഞു. എൻസൈമിൻ്റെ പ്രോട്ടീൻ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പോ എൻസൈം എന്ന് വിളിക്കുന്നത്. അപ്പോ എൻസൈം. അപ്പം എന്താ കോ എൻസൈം? കോ എൻസൈം ആർ ദ കോ ഫാക്ടർ. കണ്ടോ, ഈസി ആയിട്ട് പഠിച്ചു. കോ എൻസൈം ആർ ദ കോ ഫാക്ടർ. കോ എൻസൈം ആർ ദ കോ ഫാക്ടർ. ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം തന്നെ പഠിച്ചേ. കോ എൻസൈം ആർ ദ കോ ഫാക്ടേഴ്സ്. അപ്പോ എൻസൈം നേട്ടം എന്ത് പറയേണ്ടത്? പ്രോട്ടീൻ പോർഷൻ ഓഫ് ആരുടെ? എൻസൈമിൻ്റെ. കോ എൻസൈം ചോദിച്ചാൽ എന്ത് എഴുതേണ്ടത്? കോ എൻസൈം ആർ ദ കോ ഫാക്ടർ വിച്ച് ആർ നോട്ട് ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം. അപ്പോ എൻസൈമായിട്ട് ഇങ്ങനെ ടൈറ്റ്ലി ആയിട്ട് ഒന്ന് ബൗണ്ട് ചെയ്തേക്കുമല്ല. അതും കൂടെ ഒന്ന് എഴുതി വെക്കണേ. കോ ഫാക്ടറിനായിട്ട് എന്താ പെട്ടെന്ന് എഴുതേണ്ടത്? കോ ഫാക്ടർ ആർ കോ എൻസൈം ആർ കോ ഫാക്ടർ. കോ എൻസൈം ആർ കോ ഫാക്ടർ. അപ്പോ എൻസൈം നേട്ടം പെട്ടെന്ന് പരീക്ഷകളിൽ നിന്ന് എന്തോ ഓർക്കേണ്ടത്? പ്രോട്ടീൻ പോർഷൻ. ഈ ലോകത്ത് കാണുന്ന ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഏതാന്ന്? ഡാഷ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ആനിമൽ വേൾഡ്. പെട്ടെന്ന് എല്ലാവരും കോളറിട്ട് ആ ആക്ഷൻ അങ്ങ് ബ്രെയിൻ ഫീഡ് ചെയ്ത് ഏതായിരുന്നു ഇത്? കൊളാജൻ. അപ്പോൾ ഒരിക്കലും മറക്കല്ലേ, അപ്പോ എൻസൈമും കോ എൻസൈമും. മക്കളെ, ബ്രീത്തിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ചോദ്യം ഇല്ലാത്ത ഒരു പരീക്ഷ പേപ്പർ വന്നാ എൻ്റെ മീശ ഞാൻ പഠിക്കും. അത്രയ്ക്ക് എനിക്ക് ഉറപ്പാണ് ഇത് വന്നിരിക്കും. ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ ചോദ്യം 110% ഞാൻ ഉറപ്പ് തരുന്നു. ഇന്റർവെല്ലിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ ചോദ്യം അതിൽ കണ്ടിരിക്കും. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട്, ഇത് ചോദിക്കാത്തൊരു വർഷമില്ലെന്നേ. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ചോദ്യം ഇതാണ്:
വാട്ട് ഡസ് ദ ഗ്രാഫ് റെപ്രസെന്റ്? ഇതെന്താണ് ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ എന്താ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് എഴുതി വെച്ചാൽ കിട്ടി, 1 മാർക്ക് കിട്ടി. ഇടതും വലതുമില്ല, ഒന്നും ചിന്തിക്കേണ്ട. ഗ്രാഫ് തന്നാൽ ഒന്നാമത്തെ ഉത്തരം എന്തായിരിക്കും? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. എന്താ മക്കളെ? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. സിഗ്മോയിഡ് കർവ് എന്നും പറയാറുണ്ട്. പക്ഷെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എഴുതിയിട്ട് ബ്രാക്കറ്റ് വേണമെങ്കിൽ ഒരു സ്ലാഷ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മക്കൾ എന്ത് എഴുതിക്കോ? സിഗ്മോയിഡ് കർവ് എന്നും കൂടെ എഴുതിക്കോ, ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഗ്രാഫ് തന്നാൽ നമ്മൾ എന്തെഴുതും? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ടൂരു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. മറക്കരുത്, ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ് ഈ തന്നിരിക്കുന്നത്. ഇനി ചോദിക്കുന്ന ചോദ്യം, ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 3, നമുക്ക് 4 ഫാക്ടേഴ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അത് അതേപോലെ പച്ചവെള്ളം പോലെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കണം. ഒന്നാണ് ടെമ്പറേച്ചർ, 2 H+ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ H+ന്റെ കാഠിന്യം, പിന്നെ PO2 എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്നാ. PO2 എന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. PCO2 അപ്പം എന്തായിരിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പം ഫാക്ടേഴ്സ് ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം എന്തായിരിക്കും? ഗ്രാഫ് തന്നിട്ട് ഈ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ഇടവും വലതും ഇല്ലാതെ എന്തെഴുതും നമ്മൾ? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് എഴുതും. എന്തെഴുതും നമ്മൾ? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് എഴുതും. ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചാൽ ഫസ്റ്റ് എന്ത് എഴുതേണ്ടത്? ടെമ്പറേച്ചർ, H+ കോൺസെൻട്രേഷൻ, പിന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? PO2 എന്ന് എഴുതണം. അടുത്ത് എന്ത് എഴുതേണ്ടത്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം നമ്മൾ? PCO2 എന്ന് എഴുതണം. ഇനി ഇതിന് സിഗ്നിഫിക്കൻസ്, ഈ ഗ്രാഫ് കൊണ്ട് നമുക്ക് എന്താണ് സിഗ്നിഫിക്കൻസ്? എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പം പറയണം, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു ഈ വാക്ക് തന്നെ എഴുതണം. നിങ്ങൾ മക്കൾ ആ ബുക്കിലോട്ട് ഒന്ന് എഴുതി വെച്ചേടാ. നമുക്ക് പഠിക്കണ്ടേ, നമുക്ക് മുന്നേറണ്ടേ, ഒരു ജീവിതം ഉള്ളടാ. ആ ജീവിതം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണ്ടേ. സന്തോഷത്തോടെ ജീവിക്കാൻ എന്ത് വേണോടാ? നല്ലൊരു ജോലി വേണം. നമ്മൾ വെറും കടലാസ് എന്ന് പറയുന്ന ആ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നല്ല ജോലി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് നല്ല പോലെ സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. നല്ല ജോലി വേണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു അടിസ്ഥാനം വേണം. നല്ലൊരു അടിസ്ഥാനമാണ് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ബേസ് ആണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ കൂടുതലും ഇതിനേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് ജീവിക്കുന്ന കാലത്തോളം നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രാർത്ഥിച്ച് ആർക്കും ഒരു ദോഷമാവുന്ന രീതിയിൽ ജീവിക്കാനല്ല പറയുന്നത്. സന്തോഷത്തോടെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് മക്കൾ നോക്കിക്കേടാ, ഈ ഗ്രാഫ് കണ്ടാൽ എന്താ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് ചോദിച്ചാൽ 4 ഫാക്ടേഴ്സും പൂവൊക്കെ വരച്ച് പോയിന്റ് ആയിട്ട് ആ പേപ്പറിൽ എഴുതി വെക്കണം. ടെമ്പറേച്ചർ, H+ കോൺസെൻട്രേഷൻ, PO2, PCO2. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ എന്ത് എഴുതണം? ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് ഈ ആൾക്കാർ തന്നെ. PCO2, PO2, H+ കോൺസെൻട്രേഷൻ ഓൺ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ഹീമോഗ്ലോബിനോട് ബൈൻഡ് ചെയ്യുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിനോട് ബൈൻഡ് ചെയ്ത് എന്താ വരുന്നത്? ഓക്സി ഹീമോഗ്ലോബിൻ. അത്രയും കാട് കയറി പോവേണ്ട, പെട്ടെന്ന് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമാണ് ഇൻ്റർവെല്ലിൽ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്? നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെങ്കിലും പഠിച്ചിട്ട് പോകണം, ഇത് പഠിക്കാതെ പോവരുത്. അപ്പം ഗ്രാഫ് കണ്ടാൽ എന്താ എഴുതേണ്ടത്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. മറക്കുവോ? മറക്കരുത്. മക്കളെ, നമ്മൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഗ്രാഫ് തരും. എന്താണ് ഇങ്ങനെ ഓർത്താൽ മതി? ഗ്രാഫ് തരും. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എന്ത് ഓർമ്മ വരണം? ഓക്സിജൻ ഡിസോസിയേഷൻ കർവാന്ന് പറഞ്ഞു. ഇനിയും ഇതിൽ പഠിക്കേണ്ടത്, ഉറപ്പായിട്ടും പഠിക്കേണ്ട വേറൊരു സമയം, ഈ ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നു 3 കാര്യങ്ങളാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിട്ട്, ഞാൻ വലിയ സാറാണ് ആ രീതിയിൽ പറയുമല്ല, നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആണ് ആര്? നമ്മുടെ ഇൻ്റർവെല്ല് നിങ്ങളുടെ കൂടെ നിന്ന്, നമ്മൾ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനാണ് എന്ത് വന്നിരിക്കുന്നത്? ഇൻ്റർവെൽ ഈ വീഡിയോ ആയിട്ട്, യൂട്യൂബ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ ബ്രീത്തിങ്ങിൽ ഈ ഗ്രാഫ് പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് നമുക്ക്
ബ്രീത്തിങ്ങിലുണ്ടാവുന്ന അസുഖങ്ങളെ പറ്റി പഠിക്കണം. അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ, ആസ്മ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ പഠിക്കേണ്ട കാര്യമാണ് മക്കളെ, ദേണ്ട നമ്മുടെ ബോർഡിൽ ഇപ്പം കിടക്കുന്ന ടണ്ടടൻ, ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. IRV, ERV, TV, VC, അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 6-7 കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം പഠിച്ചു വെച്ചിരിക്കണം. അത്രയും പഠിക്കാൻ വയ്യ, അയ്യോ എനിക്ക് അത്രയൊന്നും പറ്റത്തില്ല എന്നുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതെങ്കിലും പഠിച്ചു വെക്കണം. IRV, ഇൻസ്പിറേറ്ററി. ഐന്ന് കേൾക്കുമ്പോൾ ഐ ലവ് യു എന്നൊന്ന് എഴുതി വെക്കല്ലേ. ഐന്ന് കേൾക്കുമ്പോൾ എന്താ എഴുതേണ്ടത്? ഇൻസ്പിറേറ്ററി. രാഹുൽ അല്ല, ആരാ? റിസർവ്. ബി ആരാ? വിഷ്ണു അല്ല, വോളിയം. അപ്പം എന്താ മക്കളെ? IRV ഇൻസ്പിറേറ്ററി, റിസർവ്, വോളിയം. IRV എന്താണ് മക്കളെ? ഇന്ന് നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ചോദ്യപേപ്പറിനകത്ത് IRV എന്ന് വന്ന എൻ്റെ മക്കൾ എന്തെഴുതണം? ഇൻസ്പിറേറ്ററി, റിസർവ്, വോളിയം. ഒന്നുകൂടെ പറഞ്ഞ മക്കളെ, ഇൻസ്പിറേറ്ററി, റിസർവ്, വോളിയം. ഇൻസ്പിറേറ്ററി, റിസർവ്, വോളിയം. ERV. പറഞ്ഞോ, ശരിയാ പറഞ്ഞത്. എക്സ്പിറേറ്ററി റിസർവ്, ഇത് ഇൻസ്പിറേറ്ററി ആണ്, ഇത് എക്സ്പിറേറ്ററി റിസർവ്, വോളിയം. TV, ടെലിവിഷൻ ഒന്ന് എഴുതി കളയല്ലേ മക്കളെ. ടെലിവിഷൻ എന്നൊക്കെ എഴുതാൻ തോന്നും. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നത് ബാക്കിൽ നിന്ന് ഉത്തരം വരും. ടെലിവിഷൻ എഴുതിയ മാർക്ക് പോവേ. TV എന്താ മക്കളെ? ടൈഡൽ വോളിയം. TV എന്താടാ? ടൈഡൽ വോളിയം. RV എന്തുവാ? രേഷ്മ വിഷ്ണു ആണോ? അല്ല. RV എന്താണ്? റെസിഡ്യുവൽ വോളിയം ആണ്. റെസിഡ്യുവൽ വോളിയം വിച്ച് മീൻസ് റിമൈനിങ് വോളിയം. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും എക്സ്പ്ലനേഷൻ പഠിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പം നമ്മൾ അതിൻ്റെ ഫുൾ ഫോം മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം എക്സ്പ്ലനേഷൻ കൂടെ പഠിച്ചാൽ ഓക്കെ, വന്നാൽ നമുക്ക് സെറ്റായിട്ട് എഴുതാൻ പറ്റും. RV എന്താണ്? റെസിഡ്യുവൽ വോളിയം. VC എന്താ? വീഡിയോ കോൾ ആണോ? അല്ല. VC എന്താടാ മക്കളെ? വൈറ്റൽ കപ്പാസിറ്റി ആടാ. VC എന്താടാ? വൈറ്റൽ കപ്പാസിറ്റി. പരീക്ഷ ഹോളിൽ ചെല്ലുന്നു, ഇത് കാണുന്നു, എഴുതുന്നു. ഉറപ്പായിട്ട് ഓർത്ത് വിഷ്ണു സാറിനെ ഓർത്ത് പെട്ടെന്ന് എഴുതിക്കോണം. അവിടെ ചെന്നിട്ട് VC വീഡിയോ കോള്, RV രേഷ്മ ലവ് വിഷ്ണു എന്നൊന്നും എഴുതല്ലേ. VC എന്താടാ മക്കളെ? വൈറ്റൽ കപ്പാസിറ്റിയാ. RV എന്താ കുഞ്ഞെ? റെസിഡ്യുവൽ വോളിയവാ. TV എന്താ ടുട്ടുടു? ടൈഡൽ വോളിയവാ. ERV എന്താ മോനെ? എക്സ്പിറേറ്ററി റിസർവ് വോളിയം. IRV എന്താ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഗ്രാഫ് തന്നാൽ എന്താ ഓർക്കേണ്ടത്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. VC എന്ന് കണ്ടാൽ എന്താ ഓർക്കേണ്ടത്? VC വൈറ്റൽ കപ്പാസിറ്റി. മറക്കരുത് മക്കളെ. നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്നത് ബ്ലഡ് ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്റർ ഇല്ലേ, അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ബ്രീത്തിങ്ങിന്റെ ചാപ്റ്ററിൽ മറ്റേ ഗ്രാഫ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേടാ, എന്താ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട വേറൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിങ്ങനെ വേദനയൊക്കെ വരുമ്പോഴും കയ്യിലൊക്കെ പെരുത്തൊക്കെ കയറുമ്പോൾ നമ്മൾ ആശുപത്രി പോകുമ്പോൾ അവർ ECG എടുക്കാൻ പറയത്തില്ലേ. ECGയുടെ ഫുൾ ഫോം ഉറപ്പായിട്ടും ചോദിക്കും. ECGയുടെ ഫുൾ ഫോം എന്താടാ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ECGയുടെ ഫുൾ ഫോം എന്താ മക്കളെ? ഇപ്പം തന്നെ പഠിക്കും. ഇപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ പഠിച്ചു വെച്ചേ, മനസ്സിലോട്ട് കയറ്റിക്കേ. ECGയുടെ ഫുൾ ഫോം എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ECGയുടെ ഫുൾ ഫോം എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ECGക്ക് 3 പാർട്ടാണുള്ളത്. ECGക്ക് എത്ര പാർട്ടുള്ളത്? 3 പാർട്ട്. P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. ഏതൊക്കെയാണ്? P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. അപ്പം ഇതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ചോദിക്കും. അപ്പം P വേവ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? P വേവ് റെപ്രസെന്റ് ദ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. ഏട്രിയയുടെ ഡീപോളറൈസേഷനെയാണ് എന്ന് കാണിക്കുന്നത്. P വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. QRS കോംപ്ലക്സ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. P വേവ് ഏട്രിയയുടെ ഡീപോളറൈസേഷനെ കാണിക്കുന്നു. QRS കോംപ്ലക്സ് എന്തിൻ്റെ ഇത് കാണിക്കുന്നു? വെൻട്രിക്കിളിന്റെ കാണിക്കുന്നു. ഇതിൽ T വേവ് മാത്രമേ ഉള്ളൂ റീപോളറൈസേഷൻ. ബാക്കി രണ്ടും എന്താണ്? ഡീപോളറൈസേഷനാ. ലാസ്റ്റ് T വേവ് മാത്രമേ ഉള്ളൂ റീപോളറൈസേഷൻ. പിന്നെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കും. ECGയിലെ സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ ECGയിൽ ചെറുതായിട്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ കുഞ്ഞുങ്ങളെ? നമ്മുടെ ഹാർട്ടിൽ എന്തോ ഒരു അബ്നോർമാലിറ്റി, നോർമൽ അല്ലാത്ത എന്തോ ഒരു കേസ് നമ്മുടെ ഹാർട്ടിനുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ECG വേരിയേഷൻ കാണിച്ചു എന്നൊക്കെ പറഞ്ഞില്ല. ECGയിൽ ഇതിന് വേരിയേഷൻ ഉണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കത്തില്ലേ.
അപ്പോൾ ECGയിൽ എന്തെങ്കിലും വേരിയേഷൻ കാണിച്ചാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ ഹൃദയത്തിന് എന്തോ ഒരു അസുഖം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. മക്കളെ, ECGയിലെ സിഗ്നിഫിക്കൻസ് ഉറപ്പായിട്ടും ചോദിക്കും. നമുക്കറിയാം ECGയിൽ, ഇതാണ് മലയാളത്തിൽ മനസ്സിലാക്കി വെക്കുന്നത്. ECGയിൽ എന്തെങ്കിലും ഡീവിയേഷൻ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ഹാർട്ടിന് മാൽ ഫങ്ഷനിങ് അല്ല, എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പം തന്നെ എൻ്റെ ഒപ്പം പഠിച്ചേ, any deviation in ECG, any deviation in ECG ഷോ ചെയ്യുന്ന എന്താണ്? അബ്നോർമാലിറ്റി ഓഫ് ദ ഹാർട്ട്. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. ഈ വാചകം ഒന്ന് നോക്കാം. എനി ഡീവിയേഷൻ ഫ്രം ദ നോർമൽ ഷേപ്പ് ഇൻഡിക്കേറ്റ് എ പോസിബിൾ അബ്നോർമാലിറ്റി ഓർ ഡിഫക്റ്റീവ് ഹാർട്ട് ഫങ്ഷനിങ്. അത് നിങ്ങൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് എഴുതി വെച്ചാൽ മതി. ECGയിൽ എന്തെങ്കിലും ഡീവിയേഷൻ കാണിച്ചാൽ, എന്തെങ്കിലും വേരിയേഷൻ കാണിച്ചാൽ അത് ഹാർട്ടിൻ്റെ മാൽ ഫങ്ഷനിങ്ങിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അബ്നോർമാലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ECGയുടെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ECGക്ക് ഏതൊക്കെ പാർട്ടുണ്ട്? P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? എനി ഡീവിയേഷൻ, എന്ത് കുഞ്ഞൊരു ഡീവിയേഷൻ കാണിച്ചാലും ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ഒക്കെ ചെയ്യാൻ പറയത്തില്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ ലൈഫിൽ പഠിച്ചാൽ നാളെ നിങ്ങളൊരു ആശുപത്രി ചെന്നിരിക്കുമ്പോൾ ഡോക്ടർ വന്ന് പറയുവാണ് ECGയിൽ വേരിയേഷൻ ഉണ്ടെന്ന്. അപ്പോഴേ ഓർത്തോണം, ECGയിൽ വേരിയേഷൻ വന്നാൽ എന്തോ സംതിങ് റോങ് ആണ് അവിടെ എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല, ലൈഫ് ലോങ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ആശുപത്രി കേസിൽ ചിലപ്പോൾ നമുക്ക് അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും വയ്യാതെ ചെന്നാൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ വയ്യാതെ ചെന്നാൽ ECG എടുക്കാൻ പറയുന്നു, ECGയിൽ വേരിയേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ടെൻഷൻ ആവാനല്ല ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കി വെക്കണം ECGയിൽ എന്തെങ്കിലും ഡീവിയേഷൻ കാണിച്ചാൽ ഹാർട്ടിൽ മാൽ ഫങ്ഷനിങ് ആണ്. അപ്പോൾ എനി ഡീവിയേഷൻ ഇൻ ECG ഷോ ദ അബ്നോർമാലിറ്റി ഓഫ് ദ ഹാർട്ട്. ECGയുടെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഈ ഗ്രാഫ് കണ്ടാൽ എന്താ ഓർക്കേണ്ടത്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഒരിക്കലും മറക്കല്ലേ, ഹാപ്പി ആയിട്ടിരിക്കണേ. സെറ്റാക്കി തരും. ആര് സെറ്റാക്കി തരും? ഇൻ്റർവെല് സെറ്റാക്കി തരും. ഹാപ്പി ആയിട്ടിരിക്കണം. ക്രിസ്മസ് പരീക്ഷ, മോഡൽ പരീക്ഷ, മാർച്ച് നടക്കാൻ പോകുന്ന പൊതുപരീക്ഷ, ഈ 3 പരീക്ഷയിൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ, വൈയുടെ മലയാളം എന്തുവാടാ? എന്തുകൊണ്ട്? എസ്സേ നോഡ് ഈസ് കോൾഡ് പേസ് മേക്കർ ഓഫ് അവർ ഹാർട്ട്. എന്തുകൊണ്ടാണ് എസ്സേ നോഡിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയപ്പെടുന്നത്? സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൈ എസ്സേ നോഡ് ഈസ് കോൾഡ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. ഇത്രയും ഞാൻ ഈ പഠിപ്പിക്കുന്ന ഈ ഒരു പോയിന്റ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചാൽ മതിയടാ. ഉറപ്പായിട്ടും അതിന് എത്ര മാർക്കാണോ കിട്ടേണ്ടത് അത്രയും മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എഴുതേണ്ടതെന്ന്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, വൈ എസ്സേ നോഡ് ഈസ് കോൾഡ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിന് തന്നെ നമ്മൾ ആൻസർ എന്ത് ചെയ്യുക? എഴുതി തുടങ്ങുക. എസ്സേ നോഡ് ഈസ് കോൾഡ് പേസ് മേക്കർ ഓഫ് ഹാർട്ട് ബിക്കോസ്, കാരണം എഴുതുക. എസ്സേ നോഡിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഇനിഷ്യേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഹാർട്ട് ബീറ്റ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യുന്നു? ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വാക്കാണ് നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ടത്, ഇനിഷ്യേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഹാർട്ട് ബീറ്റ്. അപ്പോൾ എസ്സേ നോഡിനെ എന്തുകൊണ്ടാണ് പേസ് മേക്കർ എന്ന് വിളിക്കാൻ കാരണം? ഇറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ ശബ്ദം എന്താണ്? ലബ് ഡബ്. എല്ലാവർക്കും അറിയാവുന്നല്ലേ? ലബ് ഡബ്. ഹാർട്ട് ബീറ്റിൻ്റെ ശബ്ദം ഏതാ? ലബ് ഡബ്. അപ്പോൾ എന്തുകൊണ്ടാണ് എസ്സേ നോഡിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് വിളിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഇത്ര എഴുതി വെക്കണം. എസ്സേ നോഡ് ഈസ് കോൾഡ് പേസ് മേക്കർ ഓഫ് ഹാർട്ട് ബിക്കോസ് ഇറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു ആൻഡ് മെയിൻറ്റെയിൻ ദ റിതമിക് കോൺട്രാക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട്. എന്താ എഴുതേണ്ടത്? ഇറ്റ് ഇനിഷ്യേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ. ഐ ഓർക്കണം, എം ഓർക്കണം. IM കേട്ടോ. അപ്പം ഇത് IM കേട്ടോ. ഐ എന്താ? ഇനിഷ്യേറ്റ്, എം എന്താ? മെയിൻറ്റെയിൻ. അപ്പം നമ്മൾ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് +1 സുവോളജി എന്ന് വരുന്ന 10 ചോദ്യങ്ങൾ ഷുവറായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ 10 എണ്ണത്തിൽ ഒരു 5 എണ്ണമെങ്കിലും നിങ്ങളുടെ ക്രിസ്മസ് പേപ്പറിൽ ചോദ്യ പേപ്പറിൽ കണ്ടിരിക്കും. അപ്പം +1 സുവോളജിയിൽ ക്രിസ്മസിന് വരുന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഉറപ്പായിട്ടും ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ക്രിസ്മസ് പരീക്ഷ ഒരു ഉത്സവമാക്കി മാറ്റണം. ആരോടൊപ്പം? ഇൻ്റർവെലിനോടൊപ്പം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്വന്തം
രസമായിട്ട് പഠിച്ചിട്ട് പോയി പരീക്ഷ ചെയ്യുന്നതിനകത്ത് എന്താണ് അത്ര ഇല്ല. അത് നമ്മൾ ഒരു കാര്യം പഠിച്ചോളെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, എല്ലാവരും രക്ഷപ്പെട്ട് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒക്കെ എന്ത് ചെയ്യണം, ടിങ് ആക്കി നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്നാലേ വരത്തുള്ളൂ. അപ്പം ക്രിസ്മസ് പരീക്ഷ നമ്മൾ എന്ത് ചെയ്യും, തൂക്കും. ആരോടൊപ്പം? ഇൻ്റർവെലിനോടൊപ്പം. അപ്പം ഗുഡ് ബൈ.